ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഏവർക്കും ഒരു നല്ല ഞായറാഴ്ച നേരുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 16 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ്. ഈ 10-ാം അധ്യായത്തെ നമുക്ക് മൂന്നായിട്ടൊന്ന് തിരിക്കാം. ആദ്യത്തെ ഒരു ഭാഗം കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് ആ ശിഷ്യന്മാർക്ക് ദൗത്യങ്ങൾ ഏൽപ്പിക്കുന്നതാണ്. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെ ഉള്ള ദൗത്യം. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഈ ദൗത്യത്തിൽ കടന്നു പോകുമ്പോൾ ശിഷ്യന്മാർ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ആ വെല്ലുവിളികളിലൂടെ കടന്നു പോകുമ്പോഴും കർത്താവിൻ്റെ വലിയ കൃപയും സംരക്ഷണവും അവരുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ഈ മൂന്ന് ഭാഗത്തെ നമ്മളൊന്ന് വിലയിരുത്തുമ്പോൾ ഒരു കത്തോലിക്കൻ, ഒരു ക്രിസ്ത്യാനി എന്ന രീതിയിൽ എൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കടമ എന്ന് പറയുന്നത് കർത്താവിന് സാക്ഷ്യം നൽകുക എന്നാണ്. അത് ജീവിതം കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, വാക്കുകൾ കൊണ്ട് ഒക്കെ നമുക്ക് സാക്ഷി നൽകാനായിട്ട് സാധിക്കും. ഞങ്ങൾ വൈദികർ, സന്യസ്തർ, സമർപ്പിതരൊക്കെ ജീവിതം മുഴുവനായിട്ടും ഈ ഒരു അർപ്പണബോധത്തിന് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ സംസാരം കൊണ്ടും ചിലപ്പോൾ ജീവിതം കൊണ്ടൊക്കെ ഞങ്ങൾ സാക്ഷി നൽകുന്നതാണ്. കുടുംബജീവിതത്തിലൂടെ കടന്നു പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ തങ്ങളുടെ മാതൃകാപരമായ ജീവിതത്തിലൂടെയാണ് കർത്താവിന് സാക്ഷി നൽകുക. ഏത് തരത്തിലുള്ള ദൈവവിളിയിലൂടെ കടന്നു പോയാലും, ജീവിത അന്തസ്സിലൂടെ കടന്നു പോയാലും കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ എവിടെയൊക്കെ സാക്ഷി നൽകാനായിട്ട് തുടങ്ങുന്നോ അവിടെയൊക്കെ അപകടങ്ങൾ പതിയിരിപ്പുണ്ടെന്നാണ്. ഇന്നത്തെ വചനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളെ ചെന്നായ്ക്കളിടയിലേക്കുള്ള ഒരു ചെമ്മരിയാടിൻ്റെ പോലെ, അല്ല ആടിൻ്റെ പോലെയാണ്, കുഞ്ഞാടിൻ്റെ പോലെയാണ് ഞാൻ അയക്കുന്നത്. അപ്പോൾ ചെന്നായ്ക്കളിടയിലേക്ക് എന്തിനാണ് കുഞ്ഞാടിനെ അയക്കണേ? കുഞ്ഞാടിനെ ഒരിക്കലും സ്വന്തമായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കില്ല, പ്രതിരോധിക്കാൻ സാധിക്കില്ല. അത് ചെന്നായ്ക്കളുടെ ആക്രമണത്തിൽ കീഴടങ്ങുകയാണ് സാധാരണ ചെയ്യുക, അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പല രീതിയിൽ വഴുതി പോവുകയാണ് ചെയ്യുക. അപ്പം ചെന്നായ്ക്കളുടെ ഇടയിലേക്കാണ് നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കാൻ പോകുന്നത്. കർത്താവിനെ അറിയാത്ത, കർത്താവിനെ ഇതുവരെ അറിവില്ലാത്ത ഒരു ജനതയുടെ അടുത്തേക്കായിരിക്കും നിങ്ങൾ പോകുക. അവരൊരു പക്ഷെ നിങ്ങളെ പീഡിപ്പിക്കാം, നിങ്ങളെ കൊല്ലാം, നിങ്ങൾക്ക് രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വരാം. ഇതൊക്കെ സംഭവിക്കാനുള്ളൊരു കാരണങ്ങളാണ്. അപ്പോൾ ഈ സഹനങ്ങളെ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാകുമ്പോഴാണ് ദൈവവചന പ്രഘോഷണം പൂർത്തിയാകുകയുള്ളൂ എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. ഒരിക്കലും ദൈവവചന പ്രഘോഷണം എന്ന് പറയുന്നത് സുഗമമായൊരു വേദിയല്ല. അതിന് എപ്പോഴും വെല്ലുവിളികളുണ്ട്. കാരണം കർത്താവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് വെല്ലുവിളിയുടെ ഒരു സ്നേഹമാണ്. അതിന് ജീവൻ തന്നെ സമർപ്പിക്കേണ്ടി വരുന്ന ഒരു വെല്ലുവിളിയാണ്. അതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്, സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്നുള്ളത്. അപ്പോൾ കർത്താവിൻ്റെ സന്തോഷം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ സഹനങ്ങൾ നേരിടുന്നു. അപ്പോൾ രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ കർത്താവ് നമുക്ക് പ്രതീക്ഷ നൽകുകയാണ്. നിങ്ങളുടെ മുടിയിഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളുടെ ഓരോ ചലനവും, ഓരോ നീക്കവും കർത്താവിന് കൃത്യമായിട്ട് അറിയാം. നീ എന്ന് പ്രഘോഷണം ആരംഭിക്കുന്നു, എന്ന് ജീവിതസാക്ഷി നൽകുന്നു, അന്ന് നീ വെല്ലുവിളികൾ നേരിട്ട് തുടങ്ങുന്നു, അന്ന് കർത്താവ് നിൻ്റെ ഒപ്പം വന്നിരിക്കും. ചിലപ്പോഴൊക്കെ നമ്മൾ പരാതിപ്പെടാറുണ്ട്. ചില പരാതികളൊക്കെ ഞാനും കേൾക്കാറുണ്ട്. ഇടവകയിലൊക്കെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ വീടിന് ചുറ്റും അവർ പൂജിച്ച് കെട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ മന്ത്രം കുഴിച്ചിട്ടിട്ടുണ്ട്, ഏലസ് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചില കുടങ്ങളൊക്കെ കുഴിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള സംശയങ്ങളിൽ ഭയം. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. സംഖ്യയുടെ പുസ്തകം 23-ാം അധ്യായം 23-ാം വാക്യം തന്നെ: എൻ്റെ ഇസ്രായേൽ ജനത്തിന് ഒരു ആപത്തും സംഭവിക്കില്ല, കാരണം കർത്താവ് അവരുടെ ഒപ്പമുണ്ട്. ഒരു ക്ഷുദ്രജീവിയുടെയും അപകടം അവരെ ഏൽക്കുകയില്ല എന്ന് കർത്താവ് വാഗ്ദാനം നൽകുകയാണ്. ജെറമ്യയുടെ പുസ്തകം 20-ാം അധ്യായത്തിലും ഇത് തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിൽ വിചാരിക്കുക, നമുക്ക് ആരെ ആക്രമിക്കാമെന്നാലും കർത്താവിന് സാക്ഷി നൽകാനായിട്ട് മുഴുവനായിട്ട് അർപ്പണബോധത്തോടുകൂടിയാണോ നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ധൈര്യമായിരിക്കുക, ഒന്നും നമ്മളെ ഏൽക്കാൻ പോകുന്നില്ല. കാരണം നമ്മെ സംരക്ഷിക്കുന്ന, നമ്മളെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്ത് നടക്കുന്ന വലിയൊരു തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട്. രണ്ട് കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഒന്ന്, ദൈവവചനം പ്രഘോഷിക്കാൻ നീ തുടങ്ങുമ്പോൾ നിനക്ക് വെല്ലുവിളികൾ ഉറപ്പായിട്ടുണ്ടാകും. ഒരിക്കലും അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുങ്ങി വരില്ല. തിരമാലകളെ മറികടക്കേണ്ടി വരും. ആ മറികടക്കുന്ന തിരമാലകളും വെല്ലുവിളികൾ നേരിടേണ്ട വലിയ ഭൂകമ്പങ്ങളും ഉണ്ടായാലും രണ്ടാമത്തെ കാര്യം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്, കർത്താവ് നിനക്ക് സംരക്ഷണം കൊടുക്കും. കാരണം നിൻ്റെ ചെറിയ നീക്കം പോലും അറിയുന്ന, അല്ലെങ്കിൽ നിന്നെ പൂർണ്ണമായിട്ട് അറിയുന്ന നല്ല തമ്പുരാനാണ് നിനക്കുള്ളത്. അതുകൊണ്ട് ഇന്നു മുതൽ നമുക്കൊരു മിഷണറിമാരാകാം, കർത്താവിനെ പ്രഘോഷിക്കുന്നവരാകാം. ജീവിതത്തിൽ, കുടുംബത്തിൽ, ഇടവകയിൽ, നമ്മളായിരിക്കുന്ന സിറ്റുവേഷൻസിലൊക്കെ കർത്താവിനെ കൊടുക്കാൻ നമുക്ക് തുടങ്ങാം. വെല്ലുവിളികൾ വരട്ടെ, പക്ഷേ കർത്താവ് നമ്മളെ സംരക്ഷിക്കും. എല്ലാവർക്കും സ്നേഹപൂർവ്വം നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.